ഇനി ഒരു കൽച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് തൊലി ചെത്തി വലിയ കഷ്ണങ്ങളാക്കിയ കുമ്പളങ്ങ കഷ്ണങ്ങൾ ഇടുകയാണ്. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മുളക് പൊടി, ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. കുമ്പളങ്ങേൻ്റെ കൂട്ട് നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ഒരു 8 മിനിറ്റ് വേവിച്ചെടുക്കാം. കുമ്പളങ്ങ വേവ് കുറവായതുകൊണ്ട് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് അരയ്ക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്: അരമുറി തേങ്ങ, 2 പച്ചമുളക്, 1/2 സ്പൂണ് ജീരകം, കുറച്ച് പുളി. ഇതിനി തൈരും കൂട്ടിയാണ് അരയ്ക്കുന്നത്. അങ്ങനെ നമ്മളെ കുമ്പളങ്ങയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ട് ഇതിലേക്ക് ഇനി നമുക്ക് അരച്ച് വെച്ച അരപ്പൊഴിക്കാം. ഒന്ന് മിക്സ് ചെയ്യുക. ഇതിന് തിളച്ച് പോകാൻ പാടില്ല, ഒന്ന് ചൂടാവാൻ മാത്രമേ പാടുള്ളൂ. നല്ലോണം ചൂടാവുമ്പോൾ ഇത് ഓഫാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ കറിയിലേക്കുള്ള വറവ് ഇടാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് കടുക് പൊട്ടി വരുമ്പോൾ ഉലുവ ഇടുക. അതിലേക്ക് കുറച്ച് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. തീ ഓഫ് ചെയ്യുക. നമുക്ക് കറിയിലേക്ക് ചേർക്കാം. നമ്മളെ സ്വാദിഷ്ടമായ മോര് കറി, പുളിശ്ശേരി എന്നൊക്കെ പറയുന്ന സാധനം ശരിയായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.